ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, എല്ലാവരും കണ്ടു നോക്ക്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ജ്വല്ലറിയാണ് നമ്മൾ ഈ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സേഫ്റ്റി പിൻ എടുക്കാം. എന്നിട്ട് സേഫ്റ്റി പിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വളഞ്ഞൊരു ഷേപ്പ് ഉണ്ടാവില്ലേ, ആ ഒരു ഷേപ്പ് നമ്മൾ എന്തെങ്കിലും ഒരു പ്ലെയറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് തന്നെ നിവർത്തി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിപ്പോൾ ജ്വല്ലറി പ്ലെയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ജ്വല്ലറി പ്ലെയർ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പ്ലെയർ എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലുള്ള പക്കടായാലും മതി കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായി നിവർത്തി കൊടുക്കുക കേട്ടോ. വളരെ ഈസിയാണ് കേട്ടോ, നിവർത്തിയൊക്കെ എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് നിവർത്തി എടുത്തതിന് ശേഷം നമ്മളുടെ ഇവിടെ ഒരു പിന്ന് പോലത്തെ സംഭവമില്ലേ, അതങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ആ യു പോലത്തെ ഇതില്ലേ, അതങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ ഏത് ഫിംഗറാണെന്ന് വെച്ചാൽ അതൊന്ന് ഷേപ്പ് ഒന്ന് എടുക്കാം. എന്നിട്ട് ഏകദേശം ആ ഒരു ഷേപ്പിൽ ഉള്ള ഒരു ബോട്ടിൽ ഇതേപോലെ എടുത്തിട്ട് ചുറ്റും വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫിംഗറുമ്പോൾ വെക്കുമ്പോൾ ഏകദേശം ആ ഫിംഗറും ബോട്ടിലും വെച്ച് നോക്കിയിട്ട് ആ ഒരു സൈസിൽ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ബോട്ടിലും ഇട്ടിട്ട് നമ്മളൊന്ന് ആ ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കണം. കണ്ടോ, ഇപ്പോൾ ഇത് റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെയാണ് നമുക്ക് റിംഗ് ആക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബീഡ്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബീഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ബീഡ്സ് എടുക്കുക. ബീഡ്സ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഗ്ലൂ ഗൺ കൊടുത്തിട്ട് ബീഡ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ല ഷാർപ്പായിരിക്കുമല്ലോ, അവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ വലിയ ബീഡുകളൊക്കെ ആണെങ്കിൽ ഷാർപ്പ് അല്ലാത്ത സൈഡിലും, ചെറിയ ബീഡാണെങ്കിൽ ഷാർപ്പുള്ള സൈഡിലും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ചെറിയ ബീഡും ഒരു വലിയ ബീഡുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നത്. നമുക്ക് സെയിം ബീഡ്സ് വേണമെങ്കിൽ സെയിം ബീഡ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്ലൂവും നമുക്ക് ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല, സ്റ്റിക്ക് ചെയ്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫെവി ബോർഡോ ഒക്കെ ആയാലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി വിടാം. നമ്മുടെ റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കൈമിട്ട് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഇതേപോലെയാണ് റിങ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു അഡ്ജസ്റ്റബിൾ റിങ് പോലെയാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഒരു ബീഡ് മാത്രം ഇട്ടിട്ടായാലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ രണ്ട് കളറിലുള്ള ബീഡ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഇതാണ് രണ്ട് കളറിലുള്ള ബീഡ് കേട്ടോ. മറ്റേത് നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ കോയിൽ പോലെ ആക്കി കൊടുത്തേക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഓറഞ്ച് ഉണ്ടല്ലോ അത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാം ഒന്ന് കൈമേൽ ഇട്ടിട്ട് കാണാം അല്ലേ. ഇതേപോലെ ഒരു 3 ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഫിംഗർമ ഞാൻ ഇങ്ങനെ 2 കളറിലുള്ള ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ റിംഗ് ആയിട്ടിരിക്കും. അടുത്ത റിങ് നമ്മൾ ചെയ്തത് ഇതാണ്. ഇതിൻ്റെ ഒരു സൈഡ് കോയിൽ പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അടുത്ത സൈഡിൽ ഞാൻ ചെയ്തത് ബീഡിട്ട് കൊടുത്തു. കണ്ടോ, അതേപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അത് ആ കൈമ കയറുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ഫിംഗർ മേലാണ് അപ്പോൾ അത് ഫിക്സ് ആവുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ ഇതൊരു ഭയങ്കര തിന്നായിട്ടുള്ള ഒരു സൂചിയായിരുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ. എനിക്ക് ഇതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. പിന്നെ ഒന്ന് ഇതേപോലെ 2 ടൈപ്പിലുള്ള ബീഡ്സാണ് ചെയ്തത്. ഈ ഒരു ഫിംഗറിങ് നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ വീഡിയോ കണ്ടു നോക്കൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിങ് ചെയ്തതാണ്. അപ്പോൾ നമ്മളുടെ 3 ടൈപ്പ് ഇതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെറിയ ബീഡും വലിയ ബീഡും ഇട്ടു. ഒന്ന് 2 ഡിഫറെൻറ്റ് കളേഴ്സുള്ള സെയിം സൈസിലുള്ള ബീഡ്സ് ഇട്ടു. ഒന്ന് ഒരു സൈഡിൽ ബീഡ് ഇട്ടു, അടുത്ത സൈഡിൽ കോയിൽ പോലെ ഒന്ന് ചുറ്റിക്കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് നല്ല വെറൈറ്റി ഫിംഗർ റിങ്സ് നമുക്ക് നമ്മുടെ സേഫ്റ്റി പിൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി അല്ലേ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു.